ഇതിന്റെ അമ്മ കയ്പ്പൊക്കെ ഇങ്ങനെ മുറിക്കുന്നത്? ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുറിക്കുന്നത്. സാധാരണ ഉപ്പേരി വെക്കുമ്പോഴല്ല. സാധാരണ ഇങ്ങനെയല്ലല്ലോ മുറിക്കല്. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുറിക്കുന്നത് ഇങ്ങനെ. കട്ടിക്ക മുറിക്കണ്ട്? അല്ല, ഇതുപോലെ കുറച്ച് കനത്തിലാണ് മുറിക്കേണ്ടത്. ഇതുപോലെ റൗണ്ടിൽ. അപ്പം ഇതെന്തിനാ കഴുകിയിട്ട് വെച്ചതായത്? കഴുകാൻ വെച്ചതായത്? ഇത് കഴുകി ആദ്യം പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തു, സാധാരണ കഴുകും പോലെ. കുറച്ച് സമയം ഒരു 10 മിനിറ്റ് സമയം മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് കഴുകാൻ വെച്ചു. പിന്നെ കീടനാശിനിയെല്ലാം തെളിച്ചതാണെങ്കിൽ അതിൻ്റെ വിഷാംശം പോകാൻ വേണ്ടിയിട്ട്. ചൂടുവെള്ളം? അല്ല, പച്ചവെള്ളം. പച്ചവെള്ളത്തിൽ മഞ്ഞപ്പൊടി ഉപ്പിട്ടോ? കയ്പ്പയ്ക്കെല്ലാം ഇങ്ങനെ കഴുകണം. ചില പുഴുവെല്ലാം കുത്തുന്നതിന് വേണ്ടിയിട്ട് അവർ കീടനാശിനിയെല്ലാം തെളിച്ചിട്ട് വരുന്നതായിരിക്കും. കയ്പ്പൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്? അവർ കയ്പ്പൊക്കെ എടുത്തിന്. എൻ്റെ അകത്തൊക്കെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആ കുരുവൊന്നും കളയില്ലല്ലോ? കുരുവൊന്നും കളയണ്ട. ഇതെല്ലാം ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് അധികം കയ്പ്പ് തോന്നില്ല. ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. ചോറിനപ്പുറം അധികം ഇങ്ങനെ സാധാരണ ഉപ്പേരി വെക്കുന്നതിനേക്കാളും കയ്പ്പൊക്കെ ഇഷ്ടമില്ലാതായിരിക്കും കയ്പ്പ് തോന്നും സാധാരണ ഉപ്പേരി വെക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയല്ല, ഒരിക്കലും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ അത്ര കയ്പ്പ് തോന്നില്ല, നല്ല ടേസ്റ്റും ഉണ്ടാവും. കുരു വരെ നമുക്ക് കഴിക്കാം. പിന്നത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞപ്പൊടി. ഒന്നര സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എരിവില്ല മുളക് പൊടി എരിവില്ലാതും കൂടി മിക്സ് ആക്കിയതാണ്. 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കത് നല്ല വൃത്തിയിൽ അത് മിക്സ് ആക്കി എടുക്കാം. പിന്നെ 1 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. മിക്സ് ആക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കണ്ട, വെളിച്ചെണ്ണ മാത്രമേ വേണ്ടൂ. ഉപ്പേരിയെല്ലാം കയ്പ്പൊക്കെ ആർക്കും അങ്ങനെ ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്കെല്ലാം ഇതൊരു നല്ല സാധനം. അതെ, കയ്പ്പൊക്കെ കയ്പ്പ് തോന്നിട്ട് ഒരാളെ കഴിക്കാത്തവരുണ്ട്, കൂട്ടാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം ഇന്നത്തെ ഫ്രൈ ഇഷ്ടപ്പെടും. നല്ല എരിവും ഉപ്പും വെളുത്തുള്ളീൻ്റെ ടേസ്റ്റും എല്ലാം വരുമ്പോൾ അറിയില്ല. കയ്പ്പ് അങ്ങനെ അറിയില്ല. കയ്പ്പ് അറിയില്ല. മറ്റേതാകുമ്പോൾ കഴിക്കുന്നതിൻ്റെ എല്ലാ കുട്ടികളൊന്നും കഴിക്കൂല. അത് ഇഷ്ടമല്ല എല്ലാവർക്കും. വെള്ളം തീരെ ചേർക്കണ്ട? വെള്ളം ചേർക്കുക വേണ്ട. വെളിച്ചെണ്ണയും ഒഴിച്ച് ഉപ്പ് ഇടുമ്പോൾ തന്നെ നല്ല കൂടി മിക്സ് ആക്കുമ്പോൾ തന്നെ ചെറിയ നനവ് വന്നതാ. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വെച്ച് ചൂടായി നമുക്ക് ഇതിനകത്തൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടല്ലോ, നമുക്ക് ഓരോ കയ്പ്പൊക്കെ ഇതിനകത്ത് ഫ്രൈ ചെയ്യാനിട്ട് കൊടുക്കാം. അങ്ങനെ അടിവശം കുറച്ച് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിന്റെ സൈഡിൽ കൂടെ അമ്മേന്നാ പരിപാടി? ഞാനിവിടെ കുക്കറിൽ മത്തന്നെ ഓലം വെക്കാൻ വേണ്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓലം വേഗം ആവൂല പിന്നെ കുക്കറിലൊക്കെ? എന്നാൽ പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് നേരം കുറച്ച് വൈകിപ്പോയിന്ന്. ഓലം വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പിട്ട് വേവിച്ച് 2 പച്ചമുളകും കറിയിട്ട് ഉപ്പും ഇട്ട് വേവിച്ചു. അതിനിപ്പോൾ വാങ്ങിയിട്ടാകുമ്പോൾ വെളുത്തുള്ളി ചുവന്ന മുളകും വറവിടും. എന്നാൽ കറി റെഡി. വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ? വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണ്ട, വറുത്താൽ മതി. ഇനി ചിലവർ ചെയ്യും പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മാത്രം. ഞാനിങ്ങനെ ചെയ്യല് ഉള്ളി മുളകും വറുത്തിടല്. പച്ച വെളിച്ചെണ്ണ വെച്ചിട്ട് ഓരനാക്കും.
കുമ്പളങ്ങ ഇല്ലേ, നരയും കുമ്പളങ്ങ ഇല്ലേ, അത് തേങ്ങാപ്പാലിൽ വെച്ചിട്ട് പച്ചമുളകും ഇട്ട് പയറുപണി ഇട്ടലോട്ട് വെച്ച് അതിനകത്ത് പച്ച വെളിച്ചെണ്ണ വയ്ക്കുമല്ലോ. ഇതുപോലെ വറവൊന്നും വേണ്ട. ഇത് മഞ്ഞ മത്തനല്ലേ? മത്ത അത് നരയും കുമ്പളങ്ങ. ഫ്രൈയെല്ലാം റെഡി ആകുമ്പോൾ നമ്മൾ ഓയിലും സൈഡിലെ കൂടെ റെഡിയായി. അപ്പോൾ അതിന് വറവിട്ടും ഓലനായല്ലേ? നമ്മൾ ഓലന റെഡി ചെയ്ത് മത്തനോല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് മതി നമുക്ക് ചോറിനാ, നല്ല ടേസ്റ്റാണ്. ഫ്രൈ എല്ലാം റെഡിയായി, നല്ല അടിപൊളി ടേസ്റ്റായി വന്നിട്ടുണ്ട്. ആ സൈഡിൽ കൂടെ നമ്മൾ ഓനും റെഡി. അപ്പം ഞാൻ ചോറിനാൻ പോലെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ നമുക്ക് നാളെ കാണാം. ടാറ്റ ബൈ ബൈ.